ഗുഡ് മോർണിംഗ്, വെൽക്കം ടു ഉലൂസ് വ്ളോഗ്. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടർക്കിക്ക് ട്രിപ്പ് പോവുകയാണ്. ആൻഡ് നമ്മൾ ഓക്സ്ഫോർഡിൽ നിന്ന് സ്റ്റാൻസ്റ്റഡ് എയർപോർട്ടിലേക്ക് കാറും കൊണ്ടാണ് പോണത്. അപ്പോൾ കാറ് സ്റ്റാൻസ്റ്റഡിൽ പാർക്ക് ചെയ്തിട്ടാണ് നമ്മൾ പോണത്. നമ്മൾ ഇവിടുന്ന് ഡയറക്റ്റ് കേസരി എയർപോർട്ടിലേക്കാണ് പോകുന്നത്. സോ പോകുന്ന വഴിക്ക് വിശേഷങ്ങളൊക്കെ പറയാം. അപ്പോൾ ലെറ്റ്സ് ഗോ. അപ്പോൾ അങ്ങനെ നമ്മൾ മിഡ് സ്റ്റേ കാർ പാർക്ക് എത്തി. ഇത് നേരത്തെ ഞങ്ങൾ ഓൺലൈനിൽ നിന്ന് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നുകൊണ്ട് ഞങ്ങൾക്ക് ഈസി ആയിരുന്നു. അപ്പം നമ്മൾ കാർ പാർക്ക് ചെയ്ത് ഇറങ്ങുമ്പോൾ തന്നെ ബസ് സ്റ്റോപ്പ് ഉണ്ട്. ബസ് അവിടെ ഓൾറെഡി ഉണ്ടായിരുന്നു. എല്ലാ 10 മിനിറ്റ്സിലും നമുക്ക് എയർപോർട്ടിൽ നിന്ന് പാർക്കിങ്ങിലേക്കും പാർക്കിങ്ങിൽ നിന്ന് എയർപോർട്ടിലേക്കും ബസ് ഉണ്ടാവും. പിന്നെ ബസ്സിന് ഒരു 3 to 4 മിനിറ്റ്സിൽ തന്നെ നമ്മൾ എയർപോർട്ടിൽ എത്തി. അപ്പോൾ അങ്ങനെ നമ്മുടെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അകത്തേക്ക് കയറി. അകത്ത് കുറേ ഷോപ്സൊക്കെ ഉണ്ടായിരുന്നു ഫുഡൊക്കെ കഴിക്കാൻ. ഞങ്ങൾക്ക് നന്നായിട്ട് വിശക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വെദർ സ്പൂണിൽ കയറി ഫുഡ് കഴിക്കാനായിട്ട് ഹണി ചിക്കനും ഈ ഫ്രൈസും ആണ് ഓർഡർ ചെയ്തത്. പിന്നെ ഡ്രിങ്ക്സും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റി ഫുഡായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ഫുഡ് ഇഷ്ടമായി. പിന്നെ അവർക്ക് മേളിൽ നമുക്ക് വേറൊരു ഏരിയയും കൂടി ഉണ്ട്. അവിടെ ഇരുന്ന് നമുക്ക് റൺവേ ഒക്കെ ഫേസ് ചെയ്ത് ഫുഡ് കഴിക്കാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അത് ആക്ച്വലി ക്ലോസ്ഡ് ആയിരുന്നു. ബോർഡിംഗ് ഒക്കെ കഴിഞ്ഞ് അപ്പോൾ അങ്ങനെ നമ്മൾ ഫ്ലൈറ്റ് കയറാൻ പോവാണ്. നമ്മൾ കേസരി എയർപോർട്ടിലേക്ക് പോകുന്നതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഇല്ല. അപ്പോൾ നമ്മൾ ഇസ്താംബുൾ ഇറങ്ങിയിട്ടാണ് ഫ്ലൈറ്റ് കയറാൻ പോണത്. ആൻഡ് ഫൈനലി ഞങ്ങൾ കേസരി എയർപോർട്ട് എത്തി. അപ്പോൾ നമ്മൾ യൂട്യൂബിലൊക്കെ കുറേ പേരുടെ വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ കേസരിന്നോ അല്ലെങ്കിൽ ഇസ്താംബുളിൽ നിന്നൊക്കെ പൈസ മാറ്റുവാണെങ്കിൽ നമുക്ക് കൂടുതൽ വാല്യൂ കിട്ടും എന്നുള്ള രീതിയിൽ. അപ്പോൾ ഞങ്ങൾ കേസരി എയർപോർട്ടിൽ നിന്നാണ് ക്യാഷ് എക്സ്ചേഞ്ച് ചെയ്തത്. 50 pounds ആണ് എക്സ്ചേഞ്ച് ചെയ്തത്. അപ്പോൾ നമുക്ക് ഒരു പൗണ്ടിന് 59 ലീറ വെച്ചിട്ട് കിട്ടി. അത് ഗൂഗിൾ റേറ്റ് 60 ലീറ ആയിരുന്നു. അപ്പോൾ നമുക്ക് നല്ല റേറ്റ് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളങ്ങനെ എയർപോർട്ടിൽ നിന്നാണ് ക്യാഷ് എക്സ്ചേഞ്ച് ചെയ്തത്. അപ്പോൾ അങ്ങനെ ക്യാഷൊക്കെ എക്സ്ചേഞ്ച് ചെയ്ത് ലഗേജൊക്കെ എടുത്ത് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ നമ്മുടെ നെയിം ബോർഡൊക്കെ പിടിച്ച് ഒരാൾ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. Booking.comൽ നമ്മൾ നേരത്തെ തന്നെ ഷട്ടിൽ ട്രാൻസ്ഫർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ഒപ്പം ഒരു 4-5 പേരും കൂടി ഉണ്ടായിരുന്നു. അവരെല്ലാവരും ഓൾമോസ്റ്റ് ആ ഒരു ഏരിയയിൽ തന്നെ താമസിക്കുന്നവരാണ്. നമ്മൾ കേവ് ഹോട്ടലാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് കപ്പഡോക്കയിൽ. അപ്പോൾ എയർപോർട്ടിൽ നിന്ന് ഓൾമോസ്റ്റ് ഒരു 40-45 മിനിറ്റ്സോളം നമുക്ക് ഡ്രൈവ് ഉണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളെ അവർ സ്റ്റേയുടെ പുറത്ത് കൊണ്ടാക്കി. നമ്മൾ സ്റ്റേ ചെയ്യാൻ പോണ കേവ് ഹോട്ടലിൻ്റെ പേര് കാൽഡെറ ഹോട്ടൽ എന്നാണ് കേട്ടോ. ഈ പ്ലേസൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഈ ഡോർ ഓപ്പൺ ചെയ്ത് നമ്മൾ ഫ്രണ്ടിലേക്ക് കാണുമ്പോൾ തന്നെ ഭയങ്കര അടിപൊളി വ്യൂ ആണ് കേട്ടോ. ഈ നേരെ ഫ്രണ്ടിൽ കാണുന്നത് ഉച്ചിസർ കാസ്റ്റലാണ്. അപ്പോൾ നമ്മുടെ സ്റ്റേയിൽ നിന്ന് നമ്മൾ റിസപ്ഷൻ്റെ ഡോർ ഓപ്പൺ ചെയ്ത് ബാക്ക് സൈഡാണ് ഈ കാണുന്നത്. താഴെയാണ് സ്റ്റേ എല്ലാം ഉള്ളത്. അപ്പം നമുക്ക് സ്റ്റേയുടെ ഡിറക്റ്റ് വ്യൂ എന്ന് പറയുന്നത് ഉച്ചിസർ കാസ്റ്റലാണ്. അപ്പോൾ ഇത് നല്ലൊരു അടിപൊളി കേവ് ഹോട്ടലാണ്. ഞങ്ങൾ ബുക്ക് ചെയ്യാൻ നേരത്തെ ആക്ച്വലി ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ടായില്ല നമുക്കിങ്ങനെ അടിപൊളി ഒരു വ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന്. പക്ഷേ ഭയങ്കര അടിപൊളിയായിരുന്നു വ്യൂ ഒക്കെ കാണാനായിട്ട്. അപ്പോൾ അവിടുന്ന് സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പോൾ തന്നെ നമ്മുടെ റൂമാണ്. നമ്മുടെ റൂമിൻ്റെ സൈഡിലായിട്ട് വേറൊരു റൂമും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ റൂമിൻ്റെ വ്യൂ വരുന്നത്. നല്ലൊരു അടിപൊളി കേവ് ഹോട്ടലാണ്. കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഫസ്റ്റ് ഈ ബെഡും ഈ വ്യൂ ഒക്കെയാണ് ഉള്ളത്. നമ്മൾ അങ്ങോട്ടേക്ക് പോകുമ്പോൾ നമുക്ക് അവിടെ ഒരു ജക്കൂസി ഉണ്ട്. അപ്പം ഞങ്ങൾ ജക്കൂസി ഉള്ള ഒരു റൂമാണ് നോക്കി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. കുറേ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. നോർമൽ റൂം മാത്രമായിട്ടുള്ളതുണ്ട്, ജക്കൂസി ഉള്ളതുണ്ട്, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പം നമുക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്തെടുക്കാം. റൂം ആക്ച്വലി നല്ല സ്പേഷ്യസ് ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രോപ്പർ കേവ് ഹോട്ടൽ ബുക്ക് ചെയ്ത് നിൽക്കുന്നത്. അപ്പം നിങ്ങൾ കപ്പഡോക്കയിൽ വരുവാണെങ്കിൽ
തീർച്ചയായിട്ടും ഒരു കേവ് ഹോട്ടൽ ബുക്ക് ചെയ്ത് കേവ് ഹോട്ടലിൽ തന്നെ നിൽക്കുക. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വേറെ എക്സ്പീരിയൻസ് തന്നെയാണ്. ഒരു ശരിക്കും ഒരു ഡിഫറെൻറ്റ് സ്മെല്ലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മണ്ണിൻ്റെയും എല്ലാം ഒരു മിക്സ് ആയിട്ടുള്ള ഒരു സ്മെല്ലും ഒരു തണുപ്പും അങ്ങനെയൊക്കെ ആയിരുന്നു റൂമിനകത്തുണ്ടായിരുന്നത്. പിന്നെ ബാത്റൂം ആയാലും നല്ല ബാത്റൂമായിരുന്നു. അവിടെ ഹീറ്ററും കാര്യങ്ങളൊക്കെ ഓണായിരുന്നു ഫുൾ ടൈം. പിന്നെ ബ്ലൂ ഡ്രയറും സംഭവങ്ങളൊക്കെ നേരത്തെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ റൂമിൽ TV ഉണ്ടായിരുന്നു. പിന്നെ എല്ലായിടത്തും ഉള്ളതുപോലെ തന്നെ നമ്മുടെ കോഫി ഉണ്ടാക്കാൻ ടീ ഉണ്ടാക്കാനുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഓവറോൾ നല്ല റൂമായിരുന്നു, നല്ല സ്പേഷ്യസ് ആയിരുന്നു, നല്ല അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മൾ നടക്കാനായിട്ട് ഇറങ്ങി. ജസ്റ്റ് ആ ഏരിയയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങിയപ്പോൾ ഷവർമ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഷവർമ വാങ്ങിച്ച് കഴിച്ചു. പിന്നെ ഞങ്ങളുടെ ഇന്നത്തെ നെക്സ്റ്റ് പരിപാടി, മെയിൻ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ATV ടൂറാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഒരു രാത്രിത്തെ ഫ്ലൈറ്റ് എടുത്തുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ ആണ് എത്തിയത്. അപ്പോൾ എത്തി അവിടെ ആ ഏരിയയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് അവിടെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ ATV സൺസെറ്റ് ടൂറാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് നമ്മളൊരു ഈവനിങ് ഒക്കെ ആയപ്പോൾ അവർ നമ്മളെ പിക്ക് ചെയ്യാനായിട്ട് ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ വന്നു. നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ booking.com നിന്ന് നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതായത് കുറച്ചുകൂടി ഈസി ആയിട്ട് ഫീൽ ചെയ്ത്. അപ്പം നമ്മളിങ്ങനെ പോണ വഴിക്ക് ഓരോ സ്ഥലത്ത് അവർ സ്റ്റോപ്പ് ചെയ്യും. എന്നിട്ട് അവിടുത്തെ അട്രാക്ഷൻസും അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളതും അതിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ നമുക്ക് അവർ പറഞ്ഞു തരും. അപ്പോൾ ഈ നിർത്തിയേക്കണ സ്റ്റോപ്പ് ലവ് വാലി ആണ്. അപ്പോൾ ഇവിടുത്തെ ഒരു മേജർ അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന വിഷ് ട്രീ ആണ്. ഇത് ഇവിടുത്തെ ഒരു മേജർ പോപ്പുലർ ടൂറിസ്റ്റ് അട്രാക്ഷനാണ് കേട്ടോ. അപ്പോൾ ഈ വിഷ് ട്രീ സിംബിളൈസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലവും ഹാപ്പിനെസ്സും ആണിത് മെയിനായിട്ട് സിംബിളൈസ് ചെയ്യണത്. അപ്പോൾ ഇവിടുത്തെ ഈ മെയിൻ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹാൻഡ് ക്രാഫ്റ്റഡ് പോട്ട്രി, കുഞ്ഞു കുഞ്ഞു പോട്ട്സിനകത്ത് അത് പല പല കളേഴ്സിലാണ് കേട്ടോ. കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അപ്പോൾ അത് നമ്മൾ അതിനകത്ത് നമ്മുടെ പേരും നമ്മുടെ വിഷും എഴുതിയിട്ട് ഈ ട്രീയിൽ ഹാങ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മേജർ അട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം നമ്മുടെ വിഷസ് എല്ലാം ട്രൂ ആവും എന്നാണ് ഇവർ ബിലീവ് ചെയ്യണത്. പിന്നെ ഞാനും ഒരു ക്ലേ പോട്ടൊക്കെ വാങ്ങിച്ച് വിഷൊക്കെ എഴുതിയിട്ട് അവിടെ ഹാങ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷം ഇവിടെ നമുക്ക് കുറേ സ്നാക്സൊക്കെ കഴിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് കോണാണ് വാങ്ങിച്ചത്. ഇത് ബോയിൽഡ് കോണാണ്. അപ്പോൾ അത് അവരുടേതായിട്ടുള്ള കുറേ മസാലകളും ഒക്കെ ഇട്ടിട്ട് അവർ തന്നിട്ടുണ്ടായിരുന്നു. ഇത് നൈസായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതിന് ശേഷം അവർ നമ്മളെ നെക്സ്റ്റ് സ്പോട്ടിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ എല്ലായിടത്തും അവർ നമുക്കൊരു 10 മിനിറ്റ്സ് സ്റ്റോപ്പ് ചെയ്യും. എന്നിട്ട് അവിടെ നിർത്തിയിട്ട് നമുക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ടൈമൊക്കെ തരും കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നെക്സ്റ്റ് നിർത്തിയ ഒരു പോയിൻ്റാണിത്. അപ്പോൾ ഇവിടെ നല്ല ഫ്രഷ് ജ്യൂസസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ബേസിക്കലി ഇവിടെ മെയിനായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ നോക്കിയാലും ഓറഞ്ചും പോമോഗ്രാനറ്റിൻ്റെയും ജ്യൂസസ് ഉണ്ടാവും. അപ്പോൾ ഇത് നല്ല ഫ്രഷ് ജ്യൂസാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഡെഫിനറ്റായിട്ടും ഇതും ട്രൈ ചെയ്യുക. അപ്പോൾ ഇവിടെ ഞാൻ വാങ്ങിച്ചത് ഒരു പോമോഗ്രാനറ്റും ഒരു ഓറഞ്ച് ജ്യൂസും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ATV ടൂറൊക്കെ കഴിഞ്ഞിട്ട് അവർ നമ്മൾ റൂമിൽ ഡ്രോപ്പ് ഓഫ് ചെയ്തതിന് ശേഷം ഫ്രഷൊക്കെ ആയിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയേക്കണേ കേട്ടോ. അപ്പം നമ്മൾ താമസിക്കുന്ന പ്ലേസിൽ നിന്ന് നമ്മൾ ഗുറേമി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഇപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേക്കണത്. നമ്മുടെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കുറച്ചുകൂടി ഒന്ന് ക്വയറ്റാണ് കേട്ടോ. അപ്പോൾ ഗുറേമി എന്ന് പറഞ്ഞ സ്ഥലത്ത് കുറേ ഷോപ്സും പിന്നെ ഇങ്ങനെ കുറേ റെസ്റ്റോറൻറ്റ്സും എല്ലാം ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായി. അപ്പോൾ നമ്മുടെ സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് നമുക്കൊരു ഓൾമോസ്റ്റ് 10 മിനിറ്റ്സ് ഉണ്ടായിരുന്നു കേട്ടോ ബസ്സിന്. എല്ലാ റെസ്റ്റോറൻറ്റ്സിൻ്റെയും പുറത്ത് മെനു ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് എന്താ കഴിക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് അതനുസരിച്ച് ഡിസൈഡ് ചെയ്യാം. അപ്പോൾ ഞങ്ങൾക്ക് നേരത്തെ പോട്ട്രി കബാബ് ചിക്കൻ ട്രൈ ചെയ്യണം എന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റിൽ പോട്ട്രി കബാബ് ചിക്കന് 750 ലീറ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങനെ പോട്ട്രി കബാബ് ചിക്കൻ ഓർഡർ ചെയ്തു. പിന്നെ എല്ലാ വീഡിയോസിലും കാണുന്ന പോലെ ഒരു മസ്റ്റ് ഹാവ് ആണല്ലോ ടർക്കിഷ് ടീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചിരുന്നപ്പോഴത്തേക്കും നമ്മുടെ ഫുഡ് വന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ക്ലേ പോട്ടിനകത്താണ് നമ്മുടെ ചിക്കൻ ഉള്ളത്. ഇത് ഒരു സെർവ് ചെയ്യണ കാണാൻ തന്നെ ഒരു പ്രത്യേക രസം ഉണ്ടായിട്ടോ.
അങ്ങനെ ഫുഡൊക്കെ നല്ല അടിപൊളിയായിട്ട് പ്ലേറ്റ് ചെയ്തു. പിന്നെ ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഒരു പോർഷൻ റൈസും കൂടി അവർ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ റൈസ് കൂടാതെ നമ്മളൊരു 2 കുബൂസും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു ചട്നി ഉണ്ടായിരുന്നു, ഒരു സ്പൈസി ചട്നി പോലത്തെ. ആ ചട്നി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ ട്രൈ ചെയ്തു. ആക്ച്വലി ഇവരുടെ ഈ റൈസും ഈ ചിക്കനും നല്ല അടിപൊളി ഫ്ലേവറാണ് കേട്ടോ. ഇതിനകത്ത് ഭയങ്കരമായ സ്പൈസസും കാര്യങ്ങളും ഒന്നുമില്ല. ചിക്കനിൽ മെയിനായിട്ട് ക്യാപ്സിക്കാണുള്ളത്. പിന്നെ ഈ റൈസിനായാലും നല്ല ഫ്ലേവർ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ഫുഡൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നല്ല അടിപൊളി ഫുഡായിരുന്നു. അപ്പോൾ ഇത് ടർക്കി പോയാൽ ട്രൈ ചെയ്യേണ്ട ഫുഡിൽ വൺ ഓഫ് ദ മേജർ ഫുഡായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നിങ്ങളും ടർക്കി പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഫുഡുകൾ കഴിക്കാനും എക്സ്പ്ലോർ ചെയ്യാനും ട്രൈ ചെയ്യുക. പിന്നെ ഇത് നമുക്കൊരു കോംപ്ലിമെൻ്ററി ഡെസേർട്ടായിട്ട് അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ പേരെന്താണെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ ഒരു ഗുലാബ് ജാമുൻ കൈൻഡ് ഓഫ് ഒരു സംഭവമായിരുന്നു. പിന്നെ അതിന് ശേഷം നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി. അപ്പോൾ അവിടെ നിന്ന് ലാസ്റ്റ് ബസ് എന്ന് പറയുന്നത് 10 o'clock കേട്ടോ. അപ്പോൾ 10 o'clock ബസ് നമ്മൾ എടുത്തില്ലെങ്കിൽ പിന്നെ നമ്മൾ ടാക്സി വിളിച്ച് വരേണ്ടി വരും. അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി തിരിച്ച് നമ്മുടെ ഹോട്ടലിലേക്ക് എത്തിയിട്ടോ. അപ്പോൾ നമ്മൾ ഹോട്ടലിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഇത് ഹോട്ടലിൻ്റെ ബാക്ക് സൈഡിലുള്ള ഒരു നൈറ്റ് വ്യൂ ആണ് കേട്ടോ. ഇത് നല്ല രസമില്ലേ വ്യൂ കാണാനായിട്ട് രാത്രിയാകുമ്പോൾ. അപ്പോൾ അങ്ങനെ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ റൂമിൽ തിരിച്ചെത്തി നമ്മൾ കുറച്ച് നേരം ജക്കൂസിയിലൊക്കെ ഇരുന്ന് ഇന്നത്തെ ഡേ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ ബാക്കി വിശേഷങ്ങളെല്ലാം നെക്സ്റ്റ് ഡേയിൽ കാണാം. ബൈ.